ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു കുമ്പിളപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇപ്പം ഇഷ്ടംപോലെ ചക്ക കിട്ടുന്ന ടൈം ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതിന് ചക്ക വരട്ടി ഒന്നും എടുക്കേണ്ട കാര്യമില്ല, അല്ലാതെ നമ്മളെല്ലാം പെട്ടെന്ന് റെഡിയാക്കി എടുക്കുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 25 ചക്കച്ചുള എടുത്തിട്ടുണ്ട്. ഇത് വരിക്കച്ചക്കയുടെ ചുളയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. അത് നല്ല പേസ്റ്റ് പോലെ അങ്ങ് അരഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ ഏത് പാത്രത്തിലാണോ മാവ് മിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം. 150 ഗ്രാം ശർക്കരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അഴുക്കൊന്നുമില്ലാത്ത ശർക്കരയാണ്. അഴുക്കുള്ളതാണെങ്കിൽ ഉരുക്കി അരിച്ച് ചേർക്കണം. ഒരു മുറി തേങ്ങ തിരുമ്മിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. വറുത്ത 2 കപ്പ് റവയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ നിങ്ങളുടെ വെള്ളം കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് റവയുടെ അളവ് കൂട്ടി കൊടുത്താൽ മതി. പക്ഷേ ഈ ഒരു കൺസിസ്റ്റൻസിയിലിരിക്കുമെങ്കിലും റവ ആയതുകൊണ്ട് അത് പിന്നീട് ഈർപ്പം പിടിക്കും. 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ഇട്ടു. അതിൻ്റെ വീഡിയോ മിസ്സായതാണ്. ഇനി നമുക്ക് ഇല എടുക്കാം. ഇതിന് ഞങ്ങളുടെ സ്ഥലത്ത് ഭക്ഷണ ഇല എന്ന് പറയും. വയനയില, ഇടനയില, കറുകയില, അങ്ങനെ പല പേരുണ്ട്. എൻ്റെ ഒരു 1-2 സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞതനുസരിച്ചാണ് ഞാൻ വീണ്ടും കുമ്പിള് കുത്തുന്നത് കാണിക്കുന്നത്. 8 ഭാഗം നീട്ടിയിട്ടുകൊണ്ട് വേണം കുമ്പിള് കുത്താൻ, നടി കാണിക്കുന്നത് പോലെ. എന്നാലേ നമുക്ക് അതിൻ്റെ വായ്ഭാഗം അടച്ചു വെക്കാൻ പറ്റൂ. ഇനി എല്ലാം കുമ്പിളും കുത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം മാവ് സെറ്റായി വന്നിട്ടുണ്ടോ എന്ന്. കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ല പരുവത്തിന് മാവ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഒട്ടും ലൂസല്ല. ഇനി അതിലേക്ക് മാവ് ഫില്ല് ചെയ്തതിന് ശേഷം ആ ഞെട്ടുള്ള ഭാഗം അകത്തേക്കാക്കി അങ്ങ് ഒരു പായ്ക്ക് പോലെ അങ്ങ് ആക്കും, ഒട്ടും പുറത്ത് കാണാതെ. അല്ലെങ്കിൽ ഈ വായ്ഭാഗം അങ്ങ് ഉണങ്ങിയിരിക്കും വേവിക്കുന്ന സമയത്തെ, ഇത് പുഴുങ്ങിയെടുക്കുന്ന സമയത്ത്. കണ്ടോ, ഇതുപോലെ നമുക്ക് മുഴുവൻ കുമ്പിളും ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കാം. അതുപോലെ ഞാൻ നിരവധി വെറൈറ്റികളായിട്ടുള്ള ചക്ക വിഭവങ്ങൾ, കുമ്പിളപ്പവും ഒക്കെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചക്ക എന്നൊരു പ്ലേലിസ്റ്റ് തന്നെ ചാനലിലുണ്ട്. കാണാത്തവർ കണ്ട് അതൊക്കെ ട്രൈ ചെയ്യണം. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. മുഴുവനും നമ്മളിതുപോലെ സെറ്റാക്കിയതിന് ശേഷം ഇഡ്ഡലി കുട്ടകത്തിലോ സ്റ്റീമറിലോ വെച്ച് വേവിച്ചെടുക്കുക. നല്ലതുപോലെ ആവി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കണം. പിന്നെ ഇപ്പോഴ് ഈ ചക്ക സീസൺ ആയതുകൊണ്ട് എല്ലാവർക്കും ഇത് ഈസി ആയിട്ടുണ്ടാക്കാം. ഇത് പ്രത്യേകിച്ച് വഴറ്റിയെടുക്കുകയോ ഒന്നും വേണ്ട. നമ്മുടെ ചക്ക കുമ്പിളപ്പം വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ. ഇനി തണുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലോട്ട് കുറച്ച് മാറ്റിയതിന് ശേഷം അതൊന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. റവയായതുകൊണ്ട് നല്ല സോഫ്റ്റും തരിതരിപ്പുമാണ്. എനിക്ക് അരിപ്പൊടി ഗോതമ്പ് പൊടിയേക്കാളും ഒക്കെ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് എന്നും ഈ റവ വെച്ച് കുമ്പിളപ്പം ഉണ്ടാക്കുന്നതാണ്. കണ്ടോ, നമ്മുടെ കുമ്പിളപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഒന്ന് മുറിച്ച് കാണിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് വഴറ്റിയൊന്നും സമയം കളയണ്ട, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാമെന്നുള്ള 1/2 മണിക്കൂർ പോലും വേണ്ട ഇത് റെഡിയാക്കാൻ. കണ്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.